fund flow statement. Fund flow statement is a statement of flow of fund. Flow means inflow and outflow of fund. It is a statement showing movement of fund between 2 days. ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ ഫസ്റ്റ് വണ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യണം. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ്. തേർഡ് വണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, സോഴ്സസ് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്, ആ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ 3 സ്റ്റെപ്പുകളാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കാണാനുള്ളത്. നമുക്ക് ഇന്നൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബാലൻസ് ഷീറ്റാണ്. ഈ ബാലൻസ് ഷീറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. ഫ്രം ദ ഫോളോയിങ് ബാലൻസ് ഷീറ്റ് ഫോർ ദി ഇയർ എൻഡഡ് 31st December 2015 and 16. പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് സോഴ്സസ് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും നോക്കിയിട്ട് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് ഇൻക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റലാണോ ഡിക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റലാണോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെയുള്ള കറണ്ട് അസറ്റുകൾ സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ്, ഇത് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ നോക്കാം. ഇൻക്രീസ് ആണ് ഇൻക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റലും, ഡിക്രീസ് ആണെങ്കിൽ ഡിക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റലായിരിക്കും. സ്റ്റോക്ക് 60,500 68,000 ഇൻക്രീസ് ആണ്. ഡെപ്റ്റേഴ്സ് 90,500 85,000 ഡിക്രീസ് ആണ്. ക്യാഷ് 75,500 1,35,000 ഇൻക്രീസ് ആണ്. ഇനി കറണ്ട് ലയബിലിറ്റീസ് ഇവിടെ ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ക്രെഡിറ്റേഴ്സ് 53,000 35,000 കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നോക്കാം ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. സ്റ്റോക്ക് 60,500 68,000 ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ 7,500. ഡെപ്റ്റേഴ്സ് 90,500 85,000 5,500 ഡിക്രീസ് ചെയ്തു. ക്യാഷ് 71,500 1,35,000 അപ്പോൾ 63,500 ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ കറണ്ട് അസറ്റ് പ്രീവിയസ് ഇയർ, ടോട്ടൽ കറണ്ട് അസറ്റ് കറണ്ട് ഇയർ. ഇനി ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ, കറണ്ട് ലയബിലിറ്റീസ് ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. 53,000 35,000 ഡിക്രീസായി. അപ്പോൾ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ 18,000. അപ്പോൾ എ എന്ന് ബി മൈനസ് ചെയ്താൽ 2,22,500 എന്ന് 53,000 മൈനസ് ചെയ്താൽ 1,69,500. ഈ ടോട്ടലിന് എ എന്ന് ബി മൈനസ് ചെയ്യാം. ഇനി കറണ്ട് ഇയറിലുള്ളത് 2,88,000 എന്ന് 35 മൈനസ് ചെയ്താൽ 2,53,000 കിട്ടും. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇൻക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റലാണ്. 2015 വർക്കിംഗ് ക്യാപിറ്റൽ 1,69,500 ആണ്. 2016 2,53,000 ആണ്. ഇൻക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റലാണ്. എത്ര ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്? 83,500. അപ്പോൾ 83,500 നമുക്ക് എന്ത് കിട്ടി? ഇൻക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് കാണേണ്ടത് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. കറണ്ട് ഇയറിലുള്ള പ്രോഫിറ്റ് 15,500 പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റ് മൈനസ് ചെയ്താൽ മതി. 15,500 7,000 മൈനസ് ചെയ്താൽ 8,500 കിട്ടും. അപ്പോൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണ്. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ നോൺ കറണ്ട് ഐറ്റംസ് നോക്കുക. ഇവിടെ ഉള്ളത് പ്ലാന്റ് മാത്രമേ ഉള്ളൂ. പ്ലാന്റ് 37,500 50,000 ആയി.
37,500 ഉള്ളത് കറണ്ട് 2016 ആകുമ്പോഴേക്ക് 50,000 ഇൻക്രീസ് ചെയ്തു മീൻസ് പ്ലാന്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. എത്ര? 12,500. 12,500 എവിടെ വരിക? അപ്ലിക്കേഷൻസ് ഓഫ് ഫണ്ട്. ഇനി ഷെയർ ക്യാപിറ്റൽ മാത്രമേ നോൺ കറണ്ട് ഐറ്റംസിൽ വരുന്നുള്ളൂ. 2 lakh ഉള്ളത് 2,87,500 അപ്പം ഷെയർ എന്ത് ചെയ്തിട്ടുണ്ട്? ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. എത്ര? 87,500. നോക്കാം ആൻസറിലേക്ക്. ഇവിടെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കാണാൻ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ വരച്ചിട്ടുണ്ട്, അക്കൗണ്ട് രൂപത്തിൽ വരച്ചിട്ടുണ്ട്. ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ ഇടുന്നു, ക്ലോസിംഗ് ബാലൻസ് ഇവിടെ ഇടുന്നു. അതിൻ്റെ ബാലൻസ് 8,500. നമുക്കറിയാം ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് സോഴ്സ് ഓഫ് ഫണ്ടാണ്. അപ്പം ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് സോഴ്സ് ഓഫ് ഫണ്ടായിട്ട് എഴുതി. ഷെയർ ഇഷ്യൂ ചെയ്തത് 87,500. നമ്മൾ കണ്ടതാണ് നേരത്തെ. 80,500 ഇഷ്യൂ ചെയ്ത്. പർച്ചേസ് ഓഫ് പ്ലാന്റ് 12,500. അതേപോലെ ഇൻക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റൽ അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടാണ്. നമ്മളത് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് വർക്കിംഗ് ക്യാപിറ്റൽ ഇങ്ങോട്ടേക്ക് എഴുതി. ടോട്ടൽ ചെയ്താൽ നിങ്ങൾക്ക് രണ്ട് സൈഡും 96,000 കിട്ടും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.